ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യ സ്പെഷ്യലായിട്ടുള്ള ഒരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ്. നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക. എന്നാൽ നമുക്ക് ഈ കളർഫുള്ളായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ബീട്രൂട്ടെല്ലാം നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ടെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീട്രൂട്ടെല്ലാം ഒന്ന് മാറ്റി കൊടുത്തു. ഇനി ഈ ബീട്രൂട്ടിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ബീട്രൂട്ടൊക്കെ നല്ലതുപോലെ ഒന്ന് വേവിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. നമ്മുടെ ബീട്രൂട്ടെല്ലാം ഇപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അതിനു വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ കടുക്, 4 ഇതൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ബീട്രൂട്ടിലെ വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചെടുത്ത തേങ്ങയുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക കേട്ടോ. ഇതിലേക്കൊരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തൈരിൻ്റെ പുളിയൊക്കെ നോക്കി പുളിക്ക് ആവശ്യമായ തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. തൈര് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും ഒന്ന് വറവിട്ടെടുക്കണം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി വറവിട്ടെടുത്തത് നമുക്ക് നമ്മുടെ ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു കളറിൽ കിട്ടിയിരുന്നു കേട്ടോ ഈ ബീട്രൂട്ട് പച്ചടി. ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ അവിടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.